നമസ്കാരം. അതിരുകടന്ന വർഗീയവാദ സമീപനവുമായി കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ശ്രീ മാതാ വൈഷ്ണവ് ദേവി മെഡിക്കൽ കോളേജിന്റെ ഗ്രാന്റ് നിർത്തുകയും അനുവദിച്ച സൗജന്യ ഭൂമി തിരികെ നൽകുകയും ചെയ്താൽ മാത്രമേ മാതാ വൈഷ്ണവ് ദേവി മെഡിക്കൽ കോളേജിൽ സൗജന്യമായി ഹിന്ദു മതവിശ്വാസികൾക്ക് പ്രവേശനം സാധ്യമാകൂ എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്. നിയമപ്രകാരം കോളേജിൽ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം അനുവദിക്കുന്നില്ല എന്ന വ്യാജ പ്രതികരണമാണ് ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കോളേജ് സർക്കാർ ഭൂമിയിൽ പ്രവർത്തിക്കുകയും സർക്കാർ ഗ്രാന്റ് സ്വീകരിക്കുകയും ചെയ്യുന്നിടത്തോളം മതപരമായ കാരണങ്ങളാൽ മതപരമായ ഒരു അഡ്മിഷനും അനുവദിക്കില്ല എന്ന് ഒമർ അബ്ദുള്ള പറയുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗത്തും നിരവധി ഗ്രാന്റുകൾ മുസ്ലിം മതത്തിൽപ്പെട്ട ഇസ്ലാമിക സർവകലാശാലകൾക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അടക്കം നിരവധി മുസ്ലിം സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ഗ്രാന്റുകൾ കൈപ്പറ്റുന്നുണ്ട്. സൗജന്യ സർക്കാർ ഭൂമിയിലാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത്. എന്തിന് രാജ്യത്തിൻ്റെ മദ്രസകൾ ഗ്രാന്റ് കൈപ്പറ്റുന്നുണ്ട്. വിവിധ മുസ്ലിം മതസ്ഥാപനങ്ങൾക്കും ഗ്രാന്റ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മാതാ വൈഷ്ണവ് ദേവി മെഡിക്കൽ കോളേജിന് ലഭിക്കുന്ന സംവരണ ആനുകൂല്യങ്ങൾക്ക് എതിരെയാണ് ഒമർ അബ്ദുള്ള പ്രതികരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒമർ അബ്ദുള്ളയ്ക്ക് ഇത്തരത്തിലൊരു വർഗീയ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നത് എന്ന വലിയ അങ്കലാപ്പിലാണ് രാജ്യം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഒമർ അബ്ദുള്ള. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്നു ഒരു കാലത്ത് ഒമർ അബ്ദുള്ള. ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവാണ് ഒമർ അബ്ദുള്ള. ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറിയുടെ മുഖ്യമന്ത്രി. ഒരു മുഖ്യമന്ത്രി ഒരു നാടിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഭരണം നടത്തേണ്ടത്. ഭരണഘടനാ പരമായിട്ടുള്ള പദവിയാണ് മുഖ്യമന്ത്രി സ്ഥാനം. എന്നാൽ ഒമർ അബ്ദുള്ള വാദിക്കുന്നതും ചിന്തിക്കുന്നതും മുഴുവൻ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്. ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യരും ഹിന്ദുക്കളായിട്ടുള്ള പൗരന്മാരും ജമ്മു ആൻഡ് കാശ്മീരിൽ ജീവിക്കുന്നുണ്ട്. അവരും ഭാരതത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള പൗരന്മാർക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ചെറിയ അവകാശങ്ങൾ എന്തിനാണ് നിങ്ങൾ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? കാലങ്ങളോളം നിങ്ങൾ ക്രൂരമായി ആക്രമിച്ചവരായിരുന്നു അവർ. കാലങ്ങളോളം അവിടുത്തെ വനിതകളെ, അവരുടെ സഹോദരിമാരെ, അവരുടെ വീട്ടിലെ സ്ത്രീകളെ നിങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ആ ആക്രമണത്തിൽ പലായനം ചെയ്യപ്പെട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർക്ക് കഴിയേണ്ടി വന്നു. ചിലവർ ഓടകളുടെ സൈഡിൽ, ചിലപ്പോൾ ടെൻറ്റുകളിൽ ഒക്കെയും വളരെ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ അവർ ജീവിക്കേണ്ടി വന്നു. പക്ഷേ വീണ്ടും തിരിച്ചു വന്ന് അവിടെ ഒരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ ഗ്രാൻഡിൽ പോലും കൈകടത്താൻ ശ്രമിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ഒമർ അബ്ദുള്ള? ഇത് കോൺഗ്രസിൻ്റെ ഹിന്ദു വിരുദ്ധ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് എന്ന ആരോപണമാണ് ഒമർ അബ്ദുള്ളയ്ക്ക് നേരെയും ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസിൻ്റെ മൗനാനുവാദത്തോടു കൂടിയാണ് ഒമർ അബ്ദുള്ള ഇவ்விധം പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്രയും തരം താഴാൻ പാടില്ല എന്ന വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഒമർ അബ്ദുള്ളയ്ക്ക് നേരെ ഉയർന്നു കേൾക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.